വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് മതി, പച്ചക്കൊടി വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാട്. ഇത് എന്ത് നിലപാടാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. ഇങ്ങനെയൊരു നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും അവകാശമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിൽ ലീഗിന്റെ പച്ചക്കൊടിക്ക് വിലക്ക് കൽപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ വാക്കുകളാണിത്. തങ്ങൾ ഇതിനെ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ പച്ച നിറം രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കാണാതിരിക്കാൻ കോൺഗ്രസിനോട് പറഞ്ഞു, നമ്മളും കൊടി പിടിക്കേണ്ട, രണ്ടു കൂട്ടരും കൊടി പിടിക്കേണ്ട. അതിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നൽകിയ മറുപടി, ഇവിടെ പ്രത്യേകിച്ച് കൊടിയുടെ ആവശ്യമില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. അപ്പൊ മറ്റ് 19 സ്ഥലത്തും കൊടി പിടിച്ചത് അവിടെ പതിയാഞ്ഞിട്ടാണ്. കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും വേണം, മുസ്ലിം ലീഗിന്റെ വോട്ടും വേണം. വടകരയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും വേണം, മുസ്ലിം ലീഗിന്റെ വോട്ടും വേണം. കണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വേണം, മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം. എന്നാൽ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് മതി, പച്ചക്കൊടി വേണ്ട. ഇത് എന്ത് നിലപാടാണ് രാഹുൽ ഗാന്ധി? ഇങ്ങനെ ഒരു നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കും ഈ നാട്ടിലെ ഓരോ പൗരനും ഉണ്ട്. ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. അതിലെന്താ? നാളെ തീരുമാനിക്കുകയാണ്. ഇതിപ്പോ പച്ചക്കൊടി ഇവിടെ പിടിച്ചാൽ അവിടെ വോട്ട് കുറയുന്നുള്ളതല്ലേ പേടി. രാഹുൽ ഗാന്ധി ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് തന്നെ വിമർശിക്കുന്നതെന്നാണ്. ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ശക്തമായി BJPക്കെതിരെ പോരാടുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തത്. എന്നാൽ അതനുസരിച്ച് ശക്തമായ പ്രതിരോധം ഉയർത്താൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. പ്രതികരിക്കാത്തിടത്തോളം വിമർശിക്കും. പൗരത്വ ഭേദഗതി നിയമം എടുത്തു പരിശോധിച്ചാലും അവരെല്ലാം ഇത്തരം നിലപാടാണ് സ്വീകരിച്ചതെന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചു. മതനിരപേക്ഷത രാഹുൽ ഗാന്ധിയെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെയുള്ള കോമാളിത്തരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ നാളെ UDFന്റെ പ്രകടനത്തിൽ നീണ്ട താടി വെച്ച് വരുന്നവരോട് നിങ്ങൾ പോയി താടി വടിച്ചിട്ട് വന്ന് പ്രകടനത്തിൽ പങ്കെടുത്താൽ മതിയെന്ന് പറയില്ലേ? വെള്ള തൊപ്പി ധരിച്ചു വരുന്നവരോട് തൊപ്പി മാറ്റി വരൂ എന്ന് പറയില്ലേ? ഇതാണോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യേണ്ടതെന്നും മന്ത്രി ചോദിച്ചു. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾക്ക് മറുപടിയായി വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആനി രാജയുടെ റോഡ് ഷോ നടന്നിരുന്നു. ചെങ്കൊടികൾക്കൊപ്പം പച്ചക്കൊടിയും ഉയർത്തിയാണ് വയനാട്ടിൽ ആനി രാജയുടെ റോഡ് ഷോ നടന്നത്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് ലീഗിന്റെ പച്ചക്കൊടി ഒഴിവാക്കിയതിനെ വിമർശിച്ചുകൊണ്ട് INLന്റെ പച്ചക്കൊടി ഉയർത്തിക്കാട്ടിയാണ് CPM നേതാവായ വൃന്ദ കാരാട്ട് മറുപടി നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട് ചോദിക്കുന്നുണ്ട്. കൂടാതെ മലയാളത്തിൽ പച്ചക്കൊടി എന്ന വാക്ക് എടുത്തു പറയുകയും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും ചെയ്തു. INL ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ബഹുമാനിക്കപ്പെടുന്ന ഘടകമാണ്. ഇതിനൊപ്പം CPMന്റെയും CPIയുടെയും ചെങ്കൊടിയുമുണ്ട്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ റോഡ് ഷോയിൽ പ്രസംഗിക്കുമ്പോഴാണ് വൃന്ദ കാരാട്ട് രാഹുൽ ഗാന്ധിക്കുള്ള ഈ മറുപടി നൽകിയത്. എന്താണ് BJPയുമായി നേരിട്ടൊരു പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറാവാത്തതെന്ന് വ്യക്തമാക്കണമെന്നും വൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ പേരെടുത്തു പറയാതെയായിരുന്നു ഈ വിമർശനം. അമേഠിയെയും റായ്ബറേലിയെയും ഉപേക്ഷിച്ചു പോവുകയാണോ എന്നും വയനാട് MP ഇവിടെ പത്രിക നൽകുമോ എന്നും വൃന്ദ കാരാട്ട് ചോദിച്ചു. കഴിഞ്ഞ 5 വർഷം വയനാട്ടിൽ ഒരു MP ഇല്ലായിരുന്നു. ഇനി വയനാടിന്റെ MP ആനി രാജയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു പാർട്ട് ടൈം MP ആണോ അതോ മുഴുവൻ സമയം MP ആണോ എന്നും വൃന്ദ കാരാട്ട് ചോദ്യം ഉന്നയിച്ചിരുന്നു. ചെങ്കൊടിക്കൊപ്പം പച്ചക്കൊടിയും ഉയർത്തിവീശിയുള്ള റോഡ് ഷോയിലെ ആവേശ പ്രകടനവും പ്രചാരണത്തിൽ തുടക്കം മുതലുണ്ടായിരുന്ന മേൽക്കൈയും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മുൻപ് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന തരംഗമൊന്നും ഇത്തവണയില്ല. കൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ജനവികാരം ഇപ്പോൾ വയനാട്ടിൽ നിലനിൽപ്പുണ്ട്. അതുപോലെ എതിർ സ്ഥാനാർത്ഥിയായ ആനി രാജ പ്രചരണ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ടു പോകുന്നുണ്ട്. കൂടാതെ ജനപ്രീതി നേടാനും അവർക്ക് കഴിഞ്ഞു. ഇതെല്ലാം തന്നെ വോട്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. പ്രചാരണത്തിലെ ആർജവവും ആവേശവും റോഡ് ഷോയിലും പ്രകടമായിരുന്നു. സംഘടനാ സംവിധാനങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിനെ മറികടക്കാനാണ് LDF ശ്രമിക്കുന്നത്. അതേസമയം കൊടികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലികളെല്ലാം തന്നെ നടന്നത്. കൊടികൾ ഒഴിവാക്കി മുൻപും UDFന്റെ റോഡ് ഷോകൾ നടത്തിയിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ ഒഴിവാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടത്തിയത്.
മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ചിഹ്നമുള്ള കൊടികൾ മാത്രം പ്രചാരണത്തിൽ മതിയെന്ന നിർദ്ദേശം നൽകിയത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്നും കൊടികൾ ഒഴിവാക്കിയത്. കൊടികൾ ഒഴിവാക്കിയതിൽ ലീഗിൽ അതൃപ്തി ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ലീഗും UDFും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല മുൻപോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ല. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലീഗിന് അതൃപ്തി ഉണ്ടെന്നുള്ളത് സത്യമാണ്. ലീഗ് തിരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ആവശ്യപ്പെട്ടതും ഒടുവിൽ അവരെ പരിഗണിക്കാതിരുന്നതും വിവാദമായിരുന്നു. അർഹതപ്പെട്ട സീറ്റ് നേടിയെടുക്കാൻ ലീഗ് ശ്രമിച്ചെങ്കിലും ഒടുവിൽ നിരാശയായിരുന്നു ഫലം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പച്ച പതാക വയനാട്ടിൽ തൽക്കാലം വേണ്ട എന്ന് കോൺഗ്രസ് തന്നെ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊരു നിലപാടിലേക്ക് എത്തുമ്പോൾ മൗനം പാലിക്കുകയാണ് ലീഗ് നേതാക്കളും പ്രവർത്തകരും. അതേസമയം തന്നെ മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാം തന്നെ വയനാട് മത്സരിച്ച രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. കേരളത്തിൽ ഒന്നടങ്കം രാഹുൽ തരംഗം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ പ്രചാരണ രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി മൗനം പാലിക്കുകയാണ്. CAA കുറിച്ച് പറയാൻ ഒരു റാലിയിലും രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കണ്ണൂരിലെ പരിപാടികളിലും ലീഗിന്റെ കൊടികൾക്ക് വിലക്കായിരുന്നു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വീശിയുയർത്തിയ ലീഗ് പ്രവർത്തകന് അപമാനം നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊടികൾ ഉയർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പതാകയോട് സാമ്യമുള്ള ത്രിവർണ്ണ നിറത്തിലുള്ള തൊപ്പികൾ ധരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകരെത്തിയത്. എന്നാൽ രാഹുൽ ഗാന്ധി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങവേ ഗാലറിയിലിരുന്ന ലീഗ് പ്രവർത്തകൻ പച്ചക്കൊടി വീശുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഉടൻ ഇടപെടുകയും അദ്ദേഹത്തോട് ആദ്യം കൊടി മടക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ഗാലറിയിൽ നിന്ന് ഇറക്കി വിടുകയുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ഇന്ത്യ സഖ്യത്തിന്റെ ഔദ്യോഗിക നിലപാടിൽ നിന്നും വ്യതിചലിച്ചുള്ളതായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ഇതോടൊപ്പം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോയിലും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. നിലവിലെ വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്താനാവുക. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടില്ലായ്മയും UDFന്റെ ഓരോ പോരായ്മകളും എടുത്തു പറഞ്ഞുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നത്.